ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. ജനതയിൽ അറിയാ വഴികളിലൂടെ ഇടറാതോടും ചുവടും താണ്ടി പകലിൻ വെട്ടും തേടി നിഴലുപോൽ ഒരു ഭീതിയാ ആരോ അണയുമോ അതിജീവനം തുടരുന്നു തളരാതെ വിജയങ്ങൾ തേടിപ്പോകുന്നേ. Everybody run together, hold your breath and see each other. Close your eyes, just say. ടെലിവിഷൻ വിഹായസിൽ നിങ്ങൾ ആരും ഇതുവരെ കാണാത്ത കാഴ്ചകളായിരുന്നു ഭയം നിങ്ങൾക്ക് സമ്മാനിച്ചത്. ഞങ്ങളുടെ യാത്ര മിനി സ്ക്രീനിൽ ഇതുവരെ ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെയായിരുന്നു. ആത്മാക്കൾ ഉറങ്ങുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഹോണ്ടഡ് പ്ലേസിലേക്കാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട 10 നായികമാരെയും ടാസ്ക് ചെയ്യുവാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് അയച്ചത്. ഏകദേശം 40ഓളം CCTV ക്യാമറകൾ ആ പ്രേതഭവനത്തിൽ സ്ഥാപിച്ചാണ് അവരുടെ ഓരോ ചലനങ്ങളും ഞങ്ങൾ വീക്ഷിച്ചത്. ഈ ഷോയിൽ ആകെ 3 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഘട്ടം, ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു പ്രേതാലയത്തിലേക്ക് ഈ 10 കണ്ടസ്റ്റൻസിനെയും ടാസ്ക് ചെയ്യുവാൻ കയറ്റിവിടുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 2 പേർ അടങ്ങുന്ന ടീമുകളായി ഇവരെ തരംതിരിച്ചു. ഇത്തവണ ഫിസിക്കൽ ആക്ടിവിറ്റീസിനായിരുന്നു പ്രയോറിറ്റി. ഫയർ സ്പാർട്ടൻ, ട്രസ്റ്റ് വാക്ക് ആൻഡ് സ്പാർട്ടൻ റൈസ്. മൂന്നാമത്തെ ഘട്ടവും പ്രേതഭവനം തന്നെയായിരുന്നു. ഇത്തവണ 2 പേർ അടങ്ങുന്ന ടീമുകളായാണ് ഇവർ ആ ഭവനത്തിലേക്ക് കയറിയത്. ധന്യമേരിയുടെ ഇതുവരെയുള്ള ഭയത്തിലൂടെയുള്ള യാത്രയിൽ നേടിയെടുക്കാൻ സാധിച്ച ധന്യയുടെ പോയിന്റും നമുക്കറിയണ്ടേ? കാണാം. അമൃത നായർ,
മലയാളികളുടെ ഐശ്വര്യ റായ് എന്ന് വിളിപ്പേരുള്ള അമൃത സജു ഇതുവരെയുള്ള യാത്രയും മാർക്കും. മത്സര ബുദ്ധിയോടുകൂടെ ഈ ഷോയെ കാണുകയും ആ രീതിയിൽ തന്നെ ഓരോ ടാസ്കിലും സമീപിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അങ്കിത വിനോദ്. സോ അങ്കിത വിനോദിന്റെ ഇതുവരെയുള്ള യാത്രയും പോയിന്റും അറിയണ്ടേ? കാണാം. എനിക്ക് എല്ലാത്തിനെയും പേടിയാണ് എന്ന് ആദ്യമേ പറഞ്ഞൊരു സേഫ് സോണിൽ നിൽക്കാൻ ശ്രമിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ഗൗരി. പക്ഷെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഒട്ടും ഭയമില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരാൾ കൂടിയാണ്. സോ ഗൗരിയുടെ ഇതുവരെയുള്ള യാത്രയും കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ഗൗരിക്ക് നേടിയെടുക്കാൻ സാധിച്ച പോയിന്റ് അറിയണ്ടേ? കണ്ടുപോകും. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയായ കണ്ടസ്റ്റന്റ് ആണ് മേഘ. സോ മേഘ ബോൾഡായ ഒരു വ്യക്തിയാണെന്ന് സ്വയം പറയുമ്പോഴും പലതവണ മേഘയ്ക്ക് കാലിടറി. ഇതുവരെയുള്ള യാത്രയിൽ മേഘയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ച പോയിന്റ് ലെറ്റ്സ് സീ. വളരെ സ്ട്രോങ് ആയുള്ള ഒരു മത്സരാർത്ഥിയാണ് ശില്പ മാർട്ടിൻ.
ഓരോ മത്സരത്തിലും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്ത് മത്സരം പൂർത്തിയാക്കണം എന്നൊരു ആത്മവിശ്വാസമുള്ള കുട്ടിയാണ് ശില്പ. സോ ശില്പയ്ക്ക് ഇതുവരെ ഉണ്ടായ യാത്രയും ആ യാത്രയിൽ ഉണ്ടായ അനുഭവങ്ങളും നമുക്ക് കാണാം. ഒപ്പം കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ ശില്പയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ച മാർക്ക്. തോൽക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് കാരോളിൻ. ജീവിതത്തിൽ എന്തും എപ്പോഴും വിജയിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തി. പക്ഷെ ഇവിടെ പരാജയമുണ്ടായപ്പോൾ തളർന്നു പോവാതെ വളരെ ഊർജ്ജസ്വലമായി വീണ്ടും മുന്നോട്ട് പോകാൻ തയ്യാറായ ഒരു വ്യക്തി കൂടിയാണ്. സോ ലെറ്റ്സ് സീ കാരോളിന്റെ ഇതുവരെയുള്ള അനുഭവങ്ങളും നേടിയെടുക്കാൻ സാധിച്ച മാർക്കും. Jesus. ബിഗ് സ്ക്രീനിലൂടെ കൂടുതലും തമിഴ് മൂവിയിലൂടെ പ്രശസ്തി ആർജിച്ച നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അരുന്ധതി. ഒരുപക്ഷെ അരുന്ധതിയുടെ ആദ്യത്തെ റിയാലിറ്റി ഷോ കൂടെയാണ് നമ്മളുടെ ഈ ഭയം. സോ ഭയത്തിൽ അരുന്ധതി എത്തിയപ്പോൾ അരുന്ധതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പേടിയൊട്ടുമില്ല, എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടെന്നൊക്കെ. പക്ഷെ സ്വയം മനസ്സിലാക്കി പല ഏരിയയിലും പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് അതിൽ നിന്നും ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഹൈക്കും നമുക്ക് കാണാൻ സാധിച്ചു. സോ അരുന്ധതിയുടെ ആ ഒരു മാറ്റവും നേടിയെടുക്കാൻ സാധിച്ച മാർക്കും കാണാം. ജീവിതത്തിലെ ഏത് സിറ്റുവേഷൻസിനെയും വളരെ കൂളായിട്ട് കാണുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് റെനീഷയെ എനിക്ക് തോന്നിയത്. ഞാൻ പേടിച്ചല്ലോ, ഒരു മിനിറ്റ്. വളരെ സ്പോണ്ടേനിറ്റി ഉള്ള, കുറച്ച് ഹ്യൂമർ സെൻസ് ഒക്കെ കൂടുതലുള്ള ഒരു കുട്ടി. അതൊക്കെ തന്നെയായിരുന്നു നമ്മളുടെ ഷോയിലും റെനീഷയുടെ ക്യാരക്ടറിലൂടെ നമ്മൾ കണ്ടത്.
ഈ 10 മത്സരാർത്ഥികളും ഓരോ മത്സരത്തിലും വളരെ മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു മത്സരമാണ്. മത്സരമാകുമ്പോൾ ഇതിലൊരു വിജയം ഉണ്ടാവും. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ഈ 10 പേർ നടത്തിയ പ്രകടനങ്ങൾക്ക് ഞങ്ങളുടെ വിദഗ്ധ ജഡ്ജിംഗ് പാനൽ കൃത്യമായി അവർക്ക് മാർക്കിട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടതുമാണ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലെ പോയിന്റ്സിന്റെ നിലയനുസരിച്ച് 4 പേർ 1-ാം സ്ഥാനത്ത്, 4 പേർ 2-ാം സ്ഥാനത്ത് നിൽക്കും. മേഘയ്ക്ക് 3-ാം സ്ഥാനവും അരുന്ധതിക്ക് 4-ാം സ്ഥാനവും. അരുന്ധതിക്ക് 3-ാം ഘട്ടത്തിലെ പ്രേതാലയത്തിലെ ടാസ്ക് ജഡ്ജസ് നൽകിയ മാർക്ക് 20 മാർക്ക്. സോ അരുന്ധതിയുടെ ടോട്ടൽ സ്കോർ 30. മേഘയ്ക്ക് 3-ാം ഘട്ടത്തിലെ പ്രേതഭവനത്തിലെ ടാസ്കിൽ ജഡ്ജസ് നൽകിയ മാർക്ക് 15. സോ കഴിഞ്ഞ ഘട്ടത്തിലെ മാർക്കുമായി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മേഘയുടെ ടോട്ടൽ സ്കോർ 40. ശില്പ മാർട്ടിൻ 3-ാം ഘട്ടത്തിൽ ജഡ്ജസ് നൽകിയത് 20 മാർക്സ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ശില്പയ്ക്ക് നേടാൻ സാധിച്ചത് 30 മാർക്സ്. സോ ഓൾ ടുഗെദർ 50 മാർക്സ്. റനീഷ 3-ാം ഘട്ടത്തിൽ ജഡ്ജസ് നൽകിയത് 15 മാർക്ക്. സോ ഓൾ ടുഗെദർ റനീഷയ്ക്ക് 45. അമൃത നായർ 3-ാം ഘട്ടത്തിൽ ലഭിച്ചത് 15 മാർക്ക്. സോ ടോട്ടൽ സ്കോർ 45. അമൃത സജു 3-ാം ഘട്ടത്തിൽ ലഭിച്ചത് 15 മാർക്ക്. പ്രീവിയസ്ലി 2 ഘട്ടങ്ങളിലായി 35. സോ ഓൾ ടോട്ടൽ 50 മാർക്സ്. 6 പേരുടെ റിസൾട്ട് വന്നപ്പോൾ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് 50 പോയിന്റ്സോടുകൂടെ അമൃത സജു ആൻഡ് ശില്പ മാർട്ടിൻ. 2-ാം സ്ഥാനത്ത് 45 പോയിന്റ്സുമായി അമൃത നായർ ആൻഡ് റനീഷ. ലെറ്റ്സ് സീ, ഇനി 4 പേരുടെ റിസൾട്ട് കൂടെ വരാനുണ്ട്. വെദർ ഇതിന് മുകളിലേക്ക് പോകുമോ താഴെയാകുമോ എന്ന് കണ്ടറിയാം. കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ കാരോളിന് ലഭിച്ച മാർക്ക് 35 പോയിന്റ്സ്. 3-ാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജഡ്ജസ് കാരോളിന് നൽകിയത് 22 പോയിന്റ്സ്. ആൻഡ് ദാറ്റ് മേക്സ് 57. സോ അമൃത സജുവിന് ഇതുവരെ ഉണ്ടായിരുന്ന ലീഡ് ഇറ്റ്സ് ഓവർ. സോ ഇതുവരെ വെച്ച് നോക്കിയാൽ കാരോളിനാണ് വിന്നറായി വന്നിരിക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ അങ്കിതയ്ക്ക് ജഡ്ജസ് നൽകിയ മാർക്ക് 22 പോയിന്റ്സ്. സോ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി അങ്കിത 30 മാർക്ക് നേടി. സോ അങ്കിതയുടെ ടോട്ടൽ പോയിന്റ് 52. മൂന്നാം ഘട്ടത്തിൽ ഗൗരിക്ക് ജഡ്ജസ് നൽകിയത് 20 പോയിന്റാണ്. ബട്ട് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി ഗൗരി 35 പോയിന്റ്സ് നേടി. സോ ദാറ്റ് മേക്സ് 55. ഇതുവരെ 2-ാം സ്ഥാനത്ത് നിന്നിരുന്ന അങ്കിതയ്ക്ക് മുകളിലെത്തിയിരിക്കുകയാണ് ഗൗരി. ഒൻപത് പേരുടെ റിസൾട്ട് ഞാൻ പറഞ്ഞു. ഈ 9 പേരിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് കാരോളിൻ, ഗൗരി ആൻഡ് അങ്കിത. ആൻഡ് ഇനി പറയാനുള്ളത് ഒരേ ഒരാൾ, ധന്യ മേരി. ലെറ്റ്സ് സീ എന്തെങ്കിലും ഡിഫറൻസ് ഈ ഒരു റിസൾട്ടിൽ വരുത്താൻ സാധിക്കുമോ എന്നുള്ളത്. സോ ധന്യക്ക് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി നേടിയെടുക്കാൻ സാധിച്ചത് 35 മാർക്സ്. ആൻഡ് 3-ാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജഡ്ജിംഗ് പാനൽ ധന്യക്ക് നൽകിയ മാർക്ക്. And all together 58 points, and that makes Dhanya is the winner. ഭയത്തിന്റെ ആദ്യ സീസൺ ഇവിടെ അവസാനിക്കുക. പുതിയ കളികളും കാഴ്ചകളുമായി ഞങ്ങൾ ഇനിയും വരും. ബൈ. Yes,